തൃശൂർ അതിരപ്പള്ളിയിലെ മസ്തകത്തിന് പരിക്കേറ്റ ആനയ്ക്ക് ആദ്യം വെച്ച മയക്കുവെടി ഫലിച്ചില്ല. ആനയെ ഒരു തവണ കൂടി മയക്കുവെടി വെക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. അനീഷ് ആന്റണി അതിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നു. ആദ്യത്തെ മയക്കുവെടിക്ക് എന്താണ് പറ്റിയത്? മനേഷ്, അതിലൊരു തിരുത്തുണ്ട്. ആദ്യം മയക്കുവെടി വെച്ചില്ല എന്നതാണ് അതിന്റെ യഥാർത്ഥ വിവരം. മയക്കുവെടി വെച്ചു എന്ന തരത്തിലായിരുന്നു ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. കാരണം മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ ആനയെ ലക്ഷ്യസ്ഥാനത്തേക്ക് കിട്ടിയില്ല. അതുകൊണ്ട് വെടിവെക്കാനായില്ല. വെടിവെക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആന ഇന്നലെ മുതൽ ഉണ്ടായിരുന്ന ആ ചാലക്കുടി പുഴ അരികിലുള്ള തുരുത്തിൽ തന്നെയായിരുന്നു രാവിലെ മുഴുവൻ ആ തുരുത്തിൽ തന്നെയായിരുന്നു ആന നിലയുറപ്പിച്ചത്. അതിനിടെ വനപാലകർ അവിടെ എത്തി പടക്കം പൊട്ടിച്ച് ആനയെ പുഴയിൽ നിന്ന് കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പടക്കം പൊട്ടിച്ചതോടെ ആന പരിഭ്രാന്തിയിലായി ഓടുകയായിരുന്നു. ഇതിനിടെയാണ് വെടിവെക്കാനൊരു ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം പാളുകയാണ് ഉണ്ടായത്. ആ അക്ഷരാർത്ഥത്തിൽ ആന അവിടെ നിന്നും ഈ പുഴക്കരയിൽ നിന്നും തോട്ടത്തിലേക്ക് കടന്നു. തോട്ടത്തിൽ നിന്നും വീണ്ടും ആന ഓടി കാട്ടിലേക്ക് കയറി ആണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും വനപാലകർ ഈ കാട്ടിൽ നിന്നും വീണ്ടും പടക്കം പൊട്ടിച്ച് ഈ തോട്ടത്തിലേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തോട്ടത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഇനി ഒരു വെടി വെക്കാനുള്ള സാധ്യത ഉള്ളൂ. തോട്ടത്തിലേക്ക് എത്തി ഒരു സാഹചര്യത്തിൽ മാത്രമേ വെടിവെക്കാനാകൂ എന്നാണ് അരുൺ സക്കറിയ പറയുന്നത്. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആനയെ കാട്ടിൽ നിന്നും തിരികെ ഇറക്കി ഈ പുഴയുടെ സമീപത്തുള്ള, അതായത് കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കാണ് കൃത്യമായി പറഞ്ഞാൽ ഈ സ്ഥലം, അവിടെയുള്ള തോട്ടത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഈ ദൗത്യസംഘത്തിന് മുന്നിലുള്ള ലക്ഷ്യം. അവിടേക്ക് എത്തിച്ചാൽ മാത്രമേ വെടിവെക്കാനാകൂ. കാട്ടിൽ വെച്ച് വെടിവെക്കുക സാധ്യമായ കാര്യമല്ല എന്നാണ് ദൗത്യസംഘം പറയുന്നത്. വെടിവെച്ചാൽ ഒരുപക്ഷെ വീണ്ടും ആന കാട് കയറാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ആനയെ തോട്ടത്തിലേക്ക് എത്തിച്ച് അവിടെ എത്തിച്ച ഒരു സാഹചര്യത്തിൽ ആനയുടെ ആ ശാരീരിക അവസ്ഥകൾ മനസ്സിലാക്കി രാവിലെ തന്നെ ഇത് എത്ര ഡോസ് മരുന്ന് വേണമെന്ന് കൃത്യമായി നിഗമനത്തിലെത്തി അതെല്ലാം ലോഡ് ചെയ്തിരുന്നു ഈ വെടിവെക്കേണ്ട തോക്കിൽ. പക്ഷെ വെടിവെക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആന പരിഭ്രാന്തയായി ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും ഈ കാട്ടിൽ നിന്നും തിരികെ ഈ തോട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബനീഷ്, വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കുകയാണ്. ആദ്യത്തെ ഒരു തവണ ഒന്ന് മയക്കുവെടി വെക്കാൻ ശ്രമിച്ചു, ഉന്നം പിടിച്ചു, പിന്നീട് അത് അനുകൂലമായ ഒരു ഇടമല്ല, ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആനയെ മരുന്ന് വെച്ച് ചികിത്സിക്കുന്ന പ്രക്രിയ ഇല്ലാതായി പോകുമെന്ന് വിചാരിച്ചതുകൊണ്ട് ആ ആദ്യത്തെ ശ്രമത്തിൽ നിന്ന് പിന്മാറി എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും മനീഷ്, അത് തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ. വെടിവെക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ വെടിവെച്ചില്ല. വെടിവെക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം പടക്കം പൊട്ടിച്ച് ഈ പുഴയിലെ തുരുത്തിൽ നിന്നും ആനയെ കയറ്റിയപ്പോൾ ആന പരിഭ്രാന്തരായി ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓടുന്ന ആ സാഹചര്യത്തിൽ വെടിവെക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. മാത്രമല്ല ആന കാട്ടിലേക്കാണ് കയറിയത്. കാട്ടിലേക്ക് കയറിയ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വെടിവെക്കാനുള്ള ശ്രമം മുതിർന്നാൽ ഒരുപക്ഷെ ആ വെടികൊണ്ട ആന വീണ്ടും കാട്ടിലേക്ക് കയറി പോകും. അത് പക്ഷെ ചികിത്സയ്ക്കുള്ള സാഹചര്യം ആ സാഹചര്യത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കാട്ടിലേക്ക് കയറിയ വനപാലകർ ഈ പടക്കം പൊട്ടിച്ച് വീണ്ടും തിരികെ ആനയെ ഈ തോട്ടത്തിലേക്ക്, അതായത് പുഴയ്ക്ക് അപ്പുറത്തുള്ള തോട്ടത്തിലേക്ക്, ഇതെല്ലാം നടക്കുന്നത് ചാലക്കുടി പുഴയുടെ അക്കരെയാണ് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അക്കരെയുള്ള തോട്ടത്തിലേക്ക് കടന്ന ആന തോട്ടത്തിൽ നിന്നും അതിനപ്പുറത്തേക്കുള്ള കാട്ടിലേക്ക് കയറി ആ കാട്ടിൽ നിന്നും തിരികെ തോട്ടത്തിലേക്ക് ഇറക്കാനാണ് ഇപ്പോൾ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഒക്കെയാണ് ആനയെ തിരികെ ഈ തോട്ടത്തിലേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടത്തിൽ ഇറങ്ങിയാൽ മാത്രമേ ആനയെ വെടിവെക്കാനാകൂ. ആ ഒരു തോട്ടം, ആ ഒരു സാഹചര്യം വെടിവെച്ചാലും ആന മയങ്ങി അവിടെ നിൽക്കും എന്ന തരത്തിലാണ് പറയുന്നത്. മയങ്ങി നിൽക്കാൻ മാത്രം ഉള്ള പാകത്തിലുള്ള ഡോസ് ആണ് ഈ മയക്ക് വെടിക്കായി ഉപയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വനപാലകർ ഈ ആനയെ കാട്ടിൽ നിന്നും ഇറക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനീഷ്, ശരി. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ നിലയിൽ കഴിയുന്ന അവശനായ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി അതിൻ്റെ പരിക്കേറ്റ ഭാഗങ്ങളിൽ മരുന്ന് വയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു തവണ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ഉചിതമായ ഒരു സ്ഥലമല്ലാത്തതുകൊണ്ട് മയക്കുവെടി വെച്ചില്ല. ഇപ്പോൾ തോട്ടം ഭാഗത്തേക്ക് ആനയെ ഒച്ചവെച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ച് ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അരുൺ സക്കറിയ. വിവരങ്ങൾ പങ്കുവച്ചത് അനീഷ് ആന്റണിയാണ്.